എന്തൊക്കെയാണോ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്? ഈ പുറത്തെ ബിഗ് ബോസ് ആണ് ഏറ്റവും അടിപൊളി. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ കണ്ടന്റ് എന്ന് പറഞ്ഞ സാധനമില്ല, പക്ഷെ പുറത്ത് അടിപൊളി കണ്ടന്റ് ഉണ്ട്. അതായത് പഴയ ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസും ഇപ്പോഴത്തെ കണ്ടസ്റ്റൻസിൻ്റെ വീട്ടുകാരും നാട്ടുകാരും വാവും അടിപൊളി. എന്തായാലും പുറത്തെ ബിഗ് ബോസ് ആണ് നമ്മളിപ്പോൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ പുറത്ത് നടക്കുന്ന ഒരു പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ അഖിൽമാരാറിനെതിരെ നമ്മുടെ ശോഭ വിശ്വനാഥ് ഒരു കേസ് അങ്ങോട്ട് ഫയൽ ചെയ്തിട്ടുണ്ട്. സംഭവം എന്തിനാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അഖിലിനും അറിയില്ല, ശോഭയ്ക്കും അറിയില്ല. അതാണ് നമ്മുടെ അഖിൽമാരാർ പറയുന്നത്. സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ ദിവസം അഖിൽമാരാർ നമ്മുടെ ബിഗ് ബോസിൻ്റെ ചെയ്തികൾക്കെതിരെ അല്ലെങ്കിൽ അവരുടെ ഓഡിഷനെതിരെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് ശരിക്കും ശോഭ വിശ്വനാഥിനെ കൊണ്ട് അങ്ങനെ ശോഭ വിശ്വനാഥ് പോയിട്ടൊരു കേസ് അങ്ങോട്ട് ഫയൽ ചെയ്ത് സോഷ്യൽ മീഡിയയിലൂടെ എന്തെല്ലോ പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് കേസ്. എന്തായാലും അഖിൽമാരാറിന് തന്നെ അറിയില്ല എന്തിനാണ് അഖിൽമാരാറിനെതിരെ കേസ് കൊടുത്തതെന്നുള്ളത്. ഏതായാലും അത് നമുക്ക് ശോഭയോട് തന്നെ ചോദിക്കേണ്ടി വരും. ശോഭയ്ക്ക് മാത്രം അറിയുന്നൊരു കാര്യമാണ്. അഖിൽമാരാർ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ബിഗ് ബോസിൻ്റെ സെലക്ഷൻ ടൈമിൽ 1-2 പേര് മോശമായിട്ട് പെൺകുട്ടികളോട് പെരുമാറിയിട്ടുണ്ട്. അവർ പല രീതിയിൽ ഇവരെ സ്വാധീനിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ അഖിൽമാരാർ പറഞ്ഞത്. അല്ലാതെ ആരുടെയും പേരെടുത്ത് പുള്ളിക്കാരൻ പറഞ്ഞിട്ടില്ല. പക്ഷേ ഇത് ചിലർക്കെല്ലാം കൊണ്ടു. അങ്ങനെ അവർക്ക് ഇരിക്കപ്പുറത്ത് ഇല്ലാണ്ട് ഇങ്ങനെ കേസെല്ലാം കൊടുത്ത് നടക്കുന്നുണ്ട്. അപ്പം എനിക്ക് ചോദിക്കാനുള്ള സംഭവം എന്ന് വെച്ചാൽ, പണ്ട് ശോഭ വിശ്വനാഥിനെ നമ്മൾ അറിയുന്നത് എങ്ങനെയാണ്? ബിഗ് ബോസിൽ വരുന്നതിന് മുമ്പ് ശോഭ വിശ്വനാഥ് നമ്മൾ അറിയുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവർ വലിയൊരു ബിസിനസ് വുമണൊക്കെയാണ്. പക്ഷേ അതിനേക്കാൾ മുമ്പ് നമ്മൾ പുള്ളിക്കാരത്തിനെ കുറിച്ച് അറിയുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു കള്ളക്കേസ്, അതായത് ശോഭയ്ക്കെതിരെ ഒരു കള്ളക്കേസ് കൊടുത്തിട്ട് ശോഭേനെ എത്രയോ ദിവസം 10 ദിവസമായിട്ടോ ജയിലിലിട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഏതോ ഒരു ചങ്ങായി പുള്ളിക്കാരൻ്റെ ഒരു ഫ്രണ്ടുമായിട്ടാണ്. അപ്പോൾ ഇവരുടെ വീട്ടിൽ കഞ്ചാവ് കൊണ്ടുപോയി വെച്ചിട്ട് അത് പിടിച്ചിട്ട് ഇവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഇവർ തിരിച്ചു വന്നിട്ട് ഫൈറ്റ് ചെയ്തിട്ട് ഇത് കള്ളക്കേസ് ആണെന്നുള്ളത് തെളിയിച്ചിട്ടാണ് അത് വമ്പം വാർത്ത ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ശരിക്കും ശോഭേനെ നമ്മൾ അറിയുന്നത് തന്നെ. അങ്ങനെയുള്ള ഒരാൾ വീണ്ടും ഇത് ഒരാൾക്കെതിരെ കള്ളക്കേസ് കൊടുത്തിരിക്കുന്നു. കള്ളക്കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശോഭ ഒറ്റയ്ക്കാവാൻ ചാൻസ് ഇല്ല. എന്നാലും സംഭവം ഈ ഒരു ലൈവിൻ്റെ പേരിൽ, അഖിൽമാരാറിൻ്റെ ലൈവിൻ്റെ പേരിൽ ഒരു കേസ് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോന്നടി ഇത്? പുള്ളിക്കാരൻ ആരുടെ പേര് പറഞ്ഞിട്ടില്ല. ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ടെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഒരു 3-4 സ്ത്രീകൾ അഖിൽമാരാറിനെ സപ്പോർട്ട് ചെയ്തിട്ടും വന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് അവർക്ക് ഇതേപോലെ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളത്. പിന്നെ തെളിവ് കാണിക്കുക അല്ലെങ്കിൽ ആരാന്ന് പറ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇവർ പുറകെ നടക്കുന്നുണ്ട്. അത് പറയണോ വേണ്ടയോ എന്നുള്ളത് അഖിൽമാരാരോട് ഇത് പറഞ്ഞ ആ സ്ത്രീകളുടെയും കാര്യമാണ്. അപ്പം പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് ഈ ശോഭ വന്നിട്ട് ഒരു 2 മണിക്കൂറിൻ്റെ ഇൻ്റർവ്യൂ കൊടുക്കുന്നു. അതിൽ ഭയങ്കരമായിട്ട് ഇമോഷണലായിട്ട് സംസാരിക്കുന്നു, സ്ത്രീകളെ മൊത്തത്തിൽ അടിച്ചാക്ഷേപിച്ചു എന്നൊക്കെ പറയുന്നു. എന്നിട്ടിപ്പം കൊണ്ടുപോയിട്ട് കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ അഖിൽമാരാർ പറയുന്നത്, അഖിൽമാരാറുടെ കുട്ടികളെ അഖിൽമാരാർ തല്ലാറുണ്ട്, അപ്പോൾ അതിൻ്റെ പേരിൽ ഒരു പോസ്കോ കേസും കൂടി കൊടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. എന്തോന്നിത്? ബിഗ് ബോസിൻ്റെ ഉള്ളിൽ തന്നെ അഖിൽമാരാറിനെ നമ്മുടെ ശോഭയ്ക്ക് തീരെ പിടുത്തമില്ലായിരുന്നു. ശോഭയ്ക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടാത്തതിനും കപ്പടിക്കാൻ പറ്റാത്തതിനും ഒരുപാട് വിഷമമുണ്ട്. അത് നമ്മൾ പല ഇൻ്റർവ്യൂവിൽ അല്ലെങ്കിൽ പല കാര്യത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അത് ഇതുവരെ തീർന്നിട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു സംഭവത്തിലൂടെ മനസ്സിലാകുന്നത്. എന്തായാലും ഉള്ളിലത്തെ ബിഗ് ബോസ് സീസൺ 6ൻ്റെ പരിപാടിനെക്കാട്ടി അടിപൊളിയാണ് പുറത്തെ ബിഗ് ബോസ്.